ലീനയെ മകളായി ഏറ്റെടുത്ത് എൽസമ്മ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുന്നത് അവരുടെ വരവാണ്, എൽസമ്മയുടെ വരവ്. ഇതേ സമയം നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എൽസമ്മയെ എരിവിരികേറ്റുന്ന, എൽസമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുന്ന, എൽസമ്മയെ ചൂട് പിടിപ്പിക്കുന്ന റീത്തയാണ്. റീത്തയുടെ ഉദ്ദേശം എല്ലാവർക്കും ഇതോടെ നമ്മൾ റിവ്യൂവിൽ പറഞ്ഞ മാതിരി തന്നെ അറിയാമല്ലോ. എല്ലാവരെയും അടക്കി വാഴുക, തൻ്റെ കാൽ കീഴിൽ എല്ലാവരെയും കിടത്തുക, സ്വത്തുക്കളൊക്കെ വെച്ച്, പണമൊക്കെ വെച്ച് ആർഭാട ജീവിതം നയിക്കുക. ഇതൊക്കെ തന്നെയാണ് റീത്തയുടെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും. അതിന് വെല്ലുവിളിയായി സ്റ്റാലിൻ്റെ മകളെന്ന രീതിയിൽ അലീന വരുമ്പോഴാണ് റീത്ത ശരിക്കും കയറ് പൊട്ടിക്കാനായിട്ട് തുടങ്ങുന്നതെന്ന് കാണാം. അതായത് ഇങ്ങനൊരു മകൾ വന്നു കഴിഞ്ഞാൽ സ്റ്റാലിൽ അധികാരം സ്ഥാപിക്കുകയും കൂടാതെ തന്നെ സ്വത്തുക്കളവൾ കൈവശപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ സ്റ്റാലിനിൽ നിന്നും ഭാര്യയും മക്കളെയും പിരിച്ച് തൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത് സ്റ്റാലിനിൽ നിന്നും അതിൻ്റെ പേര് പറഞ്ഞ് നല്ല രീതിയിൽ പൈസ തട്ടാനുള്ള ഒരാശയമാണ്. ഇപ്പോൾ ആ മകൾ വന്ന് സ്റ്റാലിനെ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാര്യയെയും ഈ മക്കളെയും സ്റ്റാലിൻ തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളൊരു ചിന്ത റീത്തയുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റീത്ത ഈ പിടിവിട്ട കളി കളിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ എൽസമ്മയുടെ മനസ്സ് ശുദ്ധം തന്നെയാണ് എന്ന് കാണാം. എൽസമ്മ ഈ റീത്തയുടെ വാക്ക് കേട്ടുമ്പോഴാണ് അശുദ്ധമാകുന്നത് എന്ന് കാണാം. അതായത് റീത്ത ഇങ്ങനെ വിഷം കുത്തിവെച്ച് കൊടുക്കുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആരായാലും ഒന്ന് വഴിതെറ്റി സഞ്ചരിക്കുമല്ലോ. അത് തന്നെയാണ് പലതവണയും എൽസമ്മയ്ക്ക് പറ്റിപ്പോകുന്നത്. അങ്ങനെയാണ് വഴി മാറി ഗതി മാറി നമ്മുടെ എൽസമ്മ സഞ്ചരിക്കുന്നതെന്ന് കാണാം. യാതൊരു കാര്യവുമില്ലാതെ നമ്മുടെ സ്റ്റാലിനുമായിട്ടാണ് എൽസമ്മ പോയി റീത്തയുടെ കൂടെ നിൽക്കുന്നത്. സ്റ്റാലിൻ വന്നിട്ടും റീത്ത പിടിച്ചു നിർത്തുകയാണ് എൽസമ്മയെ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ മാതിരി തന്നെ പണം തട്ടാനുള്ളൊരു തന്ത്രം. അതുമാത്രം, തനിക്ക് പണം കിട്ടും, താൻ അവരെ അടക്കി വച്ചിരിക്കുന്നു, തനിക്ക് അടിമകളായിട്ട് അവരുണ്ട്, താൻ പറയുന്നതാണ് അവരുടെ അഭിപ്രായം, താൻ പറയുന്നതിൽ നിന്ന് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ ചലിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലായിരുന്നു റീത്ത. ആ റീത്തയ്ക്കാണ് അലീനയുടെ വരവോടെ അടി കിട്ടുന്നത്. അപ്പോൾ അലീനയെ ഓടിക്കുകയോ സ്വത്തുക്കൾ തൻ്റെ അധീനതയിലാക്കുകയോ ചെയ്യുകയല്ലാതെ റീത്തയുടെ മുൻപിൽ വേറൊരു വഴിയുമില്ല എന്ന് കാണാം. അതുകൊണ്ട് തന്നെയാണ് റീത്ത പദ്ധതി മെനയുന്നത്, കണക്ക് കൂട്ടി എന്ത് ചെയ്യുന്നത്, നമ്മുടെ അലീനയെയും കൂടാതെ തന്നെയാണെങ്കിൽ സ്റ്റാലിനെയും വേർപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് എന്ന് കാണാം. കണക്ക് കൂട്ടലുകൾ റീത്തയ്ക്ക് എവിടെയോ പിഴയ്ക്കുകയാണ് എന്ന് കാണാട്ടോ. അതായത് എൽസമ്മയുടെ മനസ്സിൽ അലീന സ്ഥാനം പിടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ കാണണം. എന്തായാലും അലീനയുടെ പെരുമാറ്റവും അലീനയുടെ സ്നേഹവും അലീനയുടെ ചേർത്ത് പിടിക്കലും എൽസമ്മയെ എന്തായാലും അലീനയിലേക്ക് അടുപ്പിക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ് പ്രേക്ഷകരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. അതായത് റീത്ത വചനകേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്ന വഴി എൽസമ്മയുടെ മനസ്സിൽ ഒരുപാട് പകയും വിദ്വേഷവും കുത്തി ഇങ്ങനെ നിറയ്ക്കുകയാണ്. അവളെ നീ പുറത്താക്കണം, എൻ്റെ എൽസമ്മയെ നീ പിടിവിട്ട കളിയാണ് കളിക്കുന്നത്, എങ്ങാനും അവളുടെ തള്ളയും കൂടി വന്നാൽ നിങ്ങൾ പിന്നെ വഴിയാധാരാകും, നിങ്ങൾക്കൊരു ഉണ്ടയുണ്ടാകില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും സ്റ്റാലിനെ കണ്ടിട്ടൊന്നും അല്ലല്ലോ ചേച്ചി ഞാൻ ജീവിക്കുന്നത് എന്ന് എൽസമ്മ പറയുന്നു. എനിക്ക് ജീവിക്കാനുള്ള പണമൊക്കെ അയാൾ തരുന്നുണ്ടല്ലോ, പിന്നെ അയാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട കാര്യം എനിക്കെന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അവിടെയാണ് നിൻ്റെ തെറ്റ്. കോടാനുകോടിയുടെ സ്വത്തുണ്ട് സ്റ്റാലിന്, ആ സ്വത്തൊക്കെ അവരുടെ കയ്യിലേക്ക് പോയാൽ പിന്നെ നമുക്കൊരു ഉപകാരമോ കാര്യങ്ങളോ
ഒന്നും തന്നെ ഉണ്ടാകില്ല. അതാണ് ഞാൻ പറയുന്നതെന്ന് പറയുകയാണ് എന്ന് കാണാൻ കഴിയും. സ്വത്തിനോട് ആർത്തിയുള്ള ഒരു റീത്തയാണ് കാണാൻ സാധിക്കുക. റീത്തയാണെങ്കിലോ ഇവിടെ അലീനയെക്കുറിച്ച് വളരെ മോശമായി തന്നെ പറയാണ്. അതായത് അലീന അവിടെ ഭരണം തുടങ്ങിയെന്നും ആ പെണ്ണിൻ്റെ പേര് അലീനയാണെന്നും ആ പെണ്ണാണെങ്കിൽ സ്റ്റാലിനെ വരച്ച വരയിലും ജോലിക്കാരെ ഭരിക്കാനായിട്ടും തുടങ്ങിയെന്ന് പറയുന്നു. ഇനിയും നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വീടും പറമ്പും കണ്ട സ്വത്തുക്കളെല്ലാം ആ പെണ്ണ് എഴുതി വാങ്ങുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എൽസമ്മേ, നീ എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്തേ മതിയാവുകയുള്ളൂ. എൻ്റെ മുൻപിലൊരു പദ്ധതിയുണ്ട്, ഞാനത് അവരോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറയുന്നു. ആരോട്? അപ്പോഴേക്കും നിൻ്റെ സഹോദരങ്ങളോടാണെന്ന് പറയുന്നു. ഞാൻ എല്ലാവരോടുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ എന്നിട്ട് അവരെന്തൊക്കെ പറഞ്ഞു ചേച്ചി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ റീത്ത പറയാണ്, എൽസമ്മേ ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അതായത് 2 ആശയങ്ങളാണ്, 2 കാര്യങ്ങളാണ് സ്റ്റാലിനോട് നമ്മൾ ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. അതായത് 1 എന്ന് പറയുന്നത് നീ എന്തായാലും അലീനയെ പുറത്താക്കണമെന്നാണ്. 2 എന്ന് പറയുന്നത് അലീനയെ പുറത്താക്കാൻ പറ്റാത്ത പക്ഷം സ്വത്തുക്കൾ 4 ഭാഗമാക്കുകയും അതിൽ 3 ഭാഗം നിൻ്റെയും നിൻ്റെ മക്കളുടെയും പേരിൽ എഴുതി വയ്ക്കണമെന്നാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇതേ സമയം നമ്മുടെ എൽസമ്മ പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി ഇവിടുന്ന് നേരെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകട്ടെ. എനിക്ക് അയാളെ നേരിൽ കണ്ട് ഒന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടിലെത്തി നമ്മുടെ എൽസമ്മ സ്റ്റാലിനോട് സംസാരിക്കുകയും സ്റ്റാലിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണ്. റീത്തയെ അവിടെ നിർത്തുക തന്നെ ചെയ്യാണ്. ചേച്ചി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇതിനിടയിൽ അലീനയെ കാണുന്നുണ്ട് എന്ന് കാണാം. അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് വിവരങ്ങളെല്ലാം. സത്യം പറഞ്ഞാൽ റീത്തയുള്ളപ്പോൾ മാത്രമാണ് എൽസമ്മ വളരെ ക്രൂരയാകുമെന്ന് അലീനയ്ക്ക് ആ സമയം മനസ്സിലാകുന്നുണ്ട്. എൽസമ്മ ശരിക്കൊരു പാവമാണെന്നൊരു ഭാവം അലീനയ്ക്ക് തോന്നുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. വല്യപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് എൽസമ്മയെ പിരിമുറുക്കി വെച്ചിരിക്കുന്നത് റീത്തയാണെന്ന്. അപ്പോൾ റീത്തയുടെ കസ്റ്റഡിയിൽ നിന്നും എൽസമ്മയെ മോചിപ്പിച്ചാൽ ഒരു പ്രശ്നമില്ല എന്ന് നമ്മുടെ അലീന ചിന്തിക്കുകയാണ് എന്ന് കാണാം. തുടർന്ന് എൽസമ്മയും അലീനയും സംസാരിക്കുകയാണെന്നും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ്